ജനിക്കുമ്പോൾ ഈമാൻ ഇല്ലാതെ ജീവിച്ചവർ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിച്ച എത്ര കഥകളുണ്ട്. 1 2 3 10. തിരൂരിലെ ഒരമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു. എൻ്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട പൊന്മുണ്ട മുഹമ്മദ് ബാക്കവി ഉസ്താദ് അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരൂര് കിടക്കയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയാണ് ഒരമ്മ. അവർ ദർസ് നടത്തുന്ന തിരൂരിൽ അസ്ഹരിപ്പാറ എന്ന സ്ഥലത്തുള്ള ഒരു അമ്മയാണിത്. അവരുടെ മകൻ പറഞ്ഞു, അമ്മേ ഇപ്പോൾ അതല്ല ചൊല്ലുക, ഇപ്പോൾ ഓം നമഃ ശിവായ എന്നാ ചൊല്ലുക. അമ്മ വീണ്ടും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അത് ചൊല്ലി മരിച്ചു. നമ്മൾ പെണ്ണുങ്ങൾ പറഞ്ഞു, അമ്മ അത് ചൊല്ലി മരിച്ചോട്ടെണ്ണേ, ഞങ്ങളൊക്കെ അത് ചൊല്ലി മരിക്കാൻ കൊതിക്കുവാണ്. മരണമൊക്കെ കഴിഞ്ഞു, അവരുടെ ആചാരപ്രകാരം മറവ് ചെയ്തു, അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ശേഷം ഒരു 2000 രൂപ ഈ മകനോ മറ്റേത് മകനോ എന്നറിയില്ല, ഈ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അമ്മക്ക് പ്രാർത്ഥിക്കണം, നിങ്ങളെ പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ എടുക്കുന്ന പണി നിർത്തും, കയ്യിലുള്ള സാധനം കൊണ്ട് തല പൊത്തിപ്പിടിക്കും. ഈ തലയിൽ വെച്ച ചിലപ്പോൾ ചൂലായിരിക്കും, ചിലപ്പോൾ പാത്രമായിരിക്കും, മുഖമായിരിക്കും. ഈ തലയിൽ പൊത്തിപ്പിടിച്ചത് താഴെ വെക്കുന്നതും എടുക്കുന്ന പണി തുടരുന്നതും ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമായിരിക്കും. ബാങ്കിനെ ആദരിച്ചു എന്ന കാരണം കൊണ്ട് ആ അമ്മയെ ഒരു സുജൂദ് പോലും ചെയ്യാത്ത, ഒരു നോമ്പ് പോലും നോൽക്കാത്ത, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പ് ചൊല്ലാത്ത ആ അമ്മയെ സ്വർഗത്തിലേക്ക് നേരെ അല്ലാഹു തആല വഴി നടത്തി. എത്രയോ പള്ളിക്കാടുകൾ, താഴെ കിടക്കുന്നവരിൽ എത്ര ഈമാനില്ലാത്തവർ, എത്രയോ ചുടലകൾ, താഴെ കിടക്കുന്നവരിൽ എത്ര ഈമാനുള്ളവർ എന്ന് ആരിഫീങ്ങൾ പറഞ്ഞു വെച്ചത് ഇതിൻ്റെ ഭാഗമാണ്. നമ്മളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കുക എന്നത് നമ്മളുടെ ബാക്കിയുള്ളവരോട് ഏൽപ്പിച്ച പ്രാഥമികതയിൽ ബാഹ്യമായി നിയമം നടപ്പിലാക്കിയപ്പോൾ കിട്ടിയ ഗോളാണ്. പക്ഷേ അതിനുശേഷം ചൊല്ലുന്ന ദിക്റുകൾ, ആണ്ടുകൾ, അടിയന്തരങ്ങൾ, മൂന്നോടുകൾ, തഅ്സിയത്തുകൾ, ദിക്റുകൾ, വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ചൊല്ലിയ 1,00,000 ഇഖ്ലാസുകൾ, ഇതൊക്കെ ഫലപ്പെടുന്ന വിധം ആ ഖബറിലൊന്ന് കടന്നു കൊടുക്കണമെങ്കിൽ മുസ്ലിമായി മരിക്കണ്ടയോ? ആരാണ് മുസ്ലിമായി മരിക്കുക? ഇത്രയും കൂടുതൽ പേർ എങ്ങനെയാണ് ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്നത്? ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായ ഒരു ചർച്ചയുണ്ട്. അവർ പറയുന്നുണ്ട്, ഈമാനില്ലാതെ മരിച്ചുപോയ മുസ്ലിമീങ്ങളെ ഞാനൊന്ന് പഠിച്ചു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് ഒന്ന് പഠനവിധേയമാക്കി. എനിക്ക് ബോധിച്ച സംഗതി, അവർ രഹസ്യത്തിൽ പടച്ചോനെ പേടിക്കൂലായിരുന്നു. ഇത്ര സിമ്പിളായ ഒരു ഉത്തരം നിങ്ങൾ ആ കണ്ടെത്തൽ എത്രമേൽ ഒരു ഗൗരവമുള്ള ഒരു കാഴ്ചപ്പാട്, എത്രമേൽ സത്യം. അത് ബാഹ്യതലങ്ങളിൽ ഈമാനുണ്ട്, ഉപരിപ്ലവങ്ങളിൽ ഈമാനുണ്ട്. ഞാനും എൻ്റെ പടച്ചവനും മാത്രമുള്ള ഒരു സ്ഥലത്ത് ഞാനെത്തുമ്പോൾ എനിക്ക് ഈമാനുണ്ടോ, പടച്ചോനെ പേടിയുണ്ടോ? അവിടെയാണ് സംഗതി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു ചണ്ടിത്തരവും നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഭാര്യമാരോ നമ്മുടെ ഭർത്താക്കന്മാരോ മക്കളോ പേരമക്കളോ കണ്ടില്ല. എന്തേ കാര്യം? അവരെയൊക്കെ നമ്മൾക്ക് വിശ്വാസമുണ്ട്, അവരൊക്കെ നമ്മളെ കാണുമെന്ന് വിശ്വാസമുണ്ട്. ഇന്നക്കും സതഖ്തുമൂഹാനിൽ അത്ഫാലിസ് സിഗാരി ഫഅൈനൽ മലിക്കുൽ ജബ്ബാർ. നിങ്ങൾ ചെയ്ത ചണ്ടിത്തരങ്ങളെയും പോരാത്തരങ്ങളെയും തെറ്റത്തരങ്ങളെയും പിഞ്ചുപൈതങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചല്ലോ. രാജാതിരാജനായ വീറ്റോപ്പുള്ള പൾസറിയുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും നാടിമിടിപ്പുകളും അറിയുന്ന രാജാവായ പടച്ചവനെ നിങ്ങൾ എവിടെ നിർത്തി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നന്നായി ആലോചിക്കണം. നമ്മൾക്കുള്ള ഇരട്ടത്താപ്പുകൾ എന്ന് അവസാനിക്കുന്നുവോ അന്നേ നമ്മുടെ ഈമാൻ കിട്ടൂ. നമ്മൾക്ക് മരിച്ച വീട്ടിൽ ഒരു വസ്ത്രധാരണയെങ്കിൽ കല്യാണ വീട്ടിൽ മറ്റൊരു വസ്ത്രധാരണ,
ജനങ്ങൾക്കിടയിൽ ഒരു രീതിയെങ്കിൽ ജനങ്ങളില്ലാത്തപ്പോൾ മറ്റൊരു രീതി, വെളിച്ചത്തിൽ ഒരു രീതി, ഇരുട്ടിൽ മറ്റൊരു രീതി, കതക് തുറന്നാൽ ഒരു രീതി, കതകടഞ്ഞാൽ മറ്റൊരു രീതി, സ്വദേശത്തായാൽ ഒരു രൂപം, വിദേശത്തായാൽ മറ്റൊരു രൂപം. ഇതിൻ്റെ പേരാണ് ഇരട്ടത്താപ്പ്, ഇതിൻ്റെ പേരാണ് വിചിത്രം, ഇതിൻ്റെ പേരാണ് നിഫാഖ്. എൻ്റെ 3 വയസ്സായ പേരക്കുട്ടിയെ കാണാൻ ഈ കാലയളവിൽ 10-60 കൊല്ലത്തിനടക്ക് എൻ്റെ കയ്യിൽ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. ഒരു വേള ചെയ്യൽ അനുവദനീയമായത് പോലും 3 വയസ്സായ എൻ്റെ പേരക്കുട്ടിയോ എൻ്റെ മക്കളോ കണ്ടില്ല. എന്തുകൊണ്ട്? എൻ്റെ പേരക്കുട്ടിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ പേരക്കുട്ടി 4-5 വർഷം കഴിഞ്ഞ് 8ഉം 8ഉം തിരിയുന്ന അവസരത്തിൽ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിചാരിച്ചു പോകുമോ എന്ന് നമ്മൾ അഡ്വാൻസ്ഡായി വിചാരിച്ചു പോയി. അന്തസ്സും അഭിമാനവും നമ്മൾ കാത്തത് അപ്പോഴേക്ക് മാത്രമല്ല, ഭാവിയിലേക്കും നമ്മൾ അന്തസ്സിനെ കരുതി വച്ചിട്ടുണ്ട്. ഭാവിയിലേക്കും നമ്മൾ അന്തസ്സിനെ കരുതി വെച്ചപ്പോഴല്ലേ 3 വയസ്സായ കുട്ടിയെ കാണപ്പോലും നമ്മളിൽ അബദ്ധം പറ്റാതെ പോയത്, ഒരു മൊബൈലിൻ്റെ അബദ്ധസഞ്ചാരം പോലും നമ്മളിൽ സംഭവിക്കാതെ പോയത്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയല്ലേ. നമ്മൾ പറയുന്നു നമ്മൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ 20 സിഫത്തുകൾ നമ്മൾ ചൊല്ലിപ്പഠിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മുസ്തഹീലായ 20 സിഫത്തുകളും ചൊല്ലിപ്പഠിച്ചിട്ടുണ്ട്, വാജിബായ മുസ്തഹീലായ ജായിസായ 41 സിഫത്തുകളും ചൊല്ലിപ്പഠിച്ചപ്പോൾ സമീഉം ബസീറുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കേൾക്കുന്നവനും കാണുന്നവനുമാണെന്ന് നമ്മൾ വിശ്വസിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് മഗ്രിബിന് നമ്മൾ ചൊല്ലിയ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന് മഗ്രിബിന് നമ്മൾ ചൊല്ലിയ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിൽ സമീആയ അല്ലാഹ് എന്നല്ലേ നമ്മൾ വിശ്വസിച്ചത്? കേൾക്കുന്ന അല്ലാഹ്, കാണുന്ന അല്ലാഹ് എന്നല്ലേ നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്? കേൾക്കാത്ത ഒരു പടച്ചവനിൽ, കാണാത്ത ഒരു പടച്ചവനിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കേൾക്കുന്ന മക്കളിലും കാണുന്ന മക്കളിലും, കേൾക്കുന്ന ഉമ്മയിലും കാണുന്ന ഉമ്മയിലും, കേൾക്കുന്ന ഉപ്പയിലും കാണുന്ന ഉപ്പയിലും നമ്മൾ വിശ്വസിച്ചപ്പോൾ അവരെക്കാണെ നമ്മളിൽ ഒരു അബദ്ധവും സംഭവിച്ചു പോയില്ലെങ്കിൽ, കേൾക്കുന്ന പടച്ചവനിൽ നമ്മൾ വിശ്വസിച്ചിട്ട്, കാണുന്ന പടച്ചവനിൽ നമ്മൾ വിശ്വസിച്ചിട്ട്, ഇരുട്ടിലും വെളിച്ചത്തിലും കതകടഞ്ഞാലും കതക് തുറന്നാലും പകലിലും രാവിലും സ്വദേശത്തും വിദേശത്തും ഒരേപോലെ ലൈവായി ഹടാറ് വെച്ച് നിരീക്ഷിച്ച് കാണുന്ന പടച്ചവനെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ? ആ വിശ്വാസം നമ്മൾക്കെന്ന് വരുമോ അന്നു നമ്മൾക്ക് മുഅ്മിനായി മരിക്കാൻ കഴിയും. അൽ മർഉ യമൂതു അലാ മാ ആശ്. ജീവിച്ച ശൈലി എങ്ങനെയോ അങ്ങനെയാണ് മരിക്കുക. യമൂതൂന കമാ യഈശൂൻ, ജീവിച്ച പോലെ മരിക്കും. ജീവിതം ഈമാനോടെയാണോ മരണം ഈമാനോടെയാണ്? ജീവിതം നിഫാഖോടെയാണോ മരണം നിഫാഖോടെയാണ്? ജീവിതം കുഫ്രിയത്തിലാണോ മരണം കുഫ്രിയത്തിലാണ്? നമ്മൾക്ക് മുഅ്മിനായി ജീവിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പടച്ചവൻ കാണുന്ന കേൾക്കുന്ന പടച്ചവനാണെന്ന് വിശ്വസിക്കണം. ആ പടച്ചവനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റും ഒരു ചെയ്തിയും ഒരു നീചവൃത്തിയും എൻ്റെ പടച്ചവൻ ഇനി കാണില്ലെന്ന് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ മുത്തുനബി എൻ്റെ ഒരു ദുശ്ചെയ്തി കണ്ട് ഇനി എൻ്റെ മുത്തുനബി വേദനിക്കേണ്ടി വരില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ഉറപ്പിച്ചിരിക്കണം. എന്നെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട പകലിലെയും രാത്രിയിലും ഏൽപ്പിക്കപ്പെട്ട 20 മലക്കുകളുണ്ടല്ലോ, ഡ്യൂട്ടി നിശ്ചയിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒപ്പിയെടുത്ത് ചിപ്പാക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച 2 മലക്കുകൾ, എൻ്റെ വാക്കുകളൊക്കെ റിക്കാർഡാക്കാൻ വേണ്ടി ഏൽപ്പിച്ച 2 മലക്കുകൾ, എൻ്റെ കണ്ണിലേക്ക് വല്ല കുറുമ്പും കൊതുമ്പും വരുന്നത് നോക്കാൻ വേണ്ടി ഡിഫൻസായി വെച്ച 2 മലക്കുകൾ. ഇങ്ങനെ യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും മുസ്ലിമിനും മുഅ്മിനും കാഫിറിനും അള്ളാഹനെ ധിക്കരിക്കുന്നവനും അള്ളാഹനെ അനുസരിക്കുന്നവനും ഒക്കെ കൊടുത്ത 10 20 മലക്കുകളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ മാറ്റിവെച്ചുകൊണ്ട് അവരെ കാണാതെ ചെയ്യാനൊക്കുമോ? പിന്നെ എന്താണ് മലക്കുകളിലുള്ള വിശ്വാസം?
ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം കൽബിലുള്ളതിനെ നാവിനെ സാക്ഷിയാക്കി മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മനസ്സിലുള്ളതാണ് എൻ്റെ നാവിലൂടെ വരുന്നത്. എൻ്റെ മനസ്സിലുള്ളതിനെ സാക്ഷി നിൽക്കാൻ എൻ്റെ ഒരു നാവല്ലേ ഉള്ളൂ. അതുകൊണ്ട് അഷ്ഹദുൽ ലിസാന അലാ മാ ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിലുള്ളതിന് എൻ്റെ നാവിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പറഞ്ഞത് പച്ചപ്പൊള്ളാണോ? നാവിലൂടെ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 41 സിഫത്തുകളും നമ്മൾ ചൊല്ലിപ്പടിച്ചു. ആ 41 സിഫത്തുകളുള്ള അല്ലാഹ്, വാജിബായ സിഫത്തുള്ള, മുസ്തഹീലായ സിഫത്തില്ലാത്ത, ജായിസായ സിഫത്ത്, അനുവദനീയമായ ഈ അല്ലാഹുവിലുള്ള വിശ്വാസം ഓരോ നിസ്കാരത്തിലും നമ്മൾ ആവർത്തിച്ചു ചൊല്ലുന്നു. 9 തവണ നമ്മളറിയാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുബഹിക്ക് 1 തവണയും മറ്റുള്ള വക്തിലൊക്കെ 2 തവണയും 9 തവണ എല്ലാ ദിവസവും നമ്മളത് ചൊല്ലുന്നുണ്ട്. ഈ ചൊല്ലൽ സാർത്ഥകമാണോ? അത് യാഥാർത്ഥ്യമാണോ? നാവും കൽബും ഒന്നിച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെന്നത് ശരിയാണെങ്കിൽ ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ, ഈമാനുള്ളവൻ വ്യഭിചരിക്കൂല. എന്തുകൊണ്ട്? ഈമാനുള്ളവൻ, ഉമ്മയെ കൊണ്ട് വിശ്വസിച്ചവൻ ഉമ്മയെക്കാണ് വ്യഭിചരിച്ചിട്ടില്ല. അള്ളാനെ തൂക്കത്തിന്റെ മാനാണോ? നെഹിന്റെ ശേഷം നെക്കിറ വന്നു കഴിഞ്ഞാൽ അണുമണി എന്നർത്ഥം. ലവലേശം ഈമാൻ കടന്നിട്ടുണ്ടാവൂല. നമ്മൾ ഈമാനിനെ വെച്ച നിർവചനത്തിലൂടെ നമ്മളൊന്ന് ഉളിയിട്ടിറങ്ങിയാൽ നിസ്കാരമല്ല ഈമാൻ, നോമ്പല്ല ഈമാൻ, സക്കാത്തല്ല ഈമാൻ, ഹജ്ജല്ല ഈമാൻ. നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ, നിസ്കരിക്കുന്ന മനുഷ്യൻ തെറ്റ് നിർത്തണം, അപ്പോഴാണ് നിസ്കാരം സ്വീകരിക്കുക. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം മനുഷ്യനെ അശ്ലീലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും, ദുരാചാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. നിസ്കാരം അലിഫുലാമിൻ്റെ അകമ്പടി സേവിക്കാൻ മാത്രം വലിപ്പമുള്ള അസ്വലാത്താണോ? അങ്ങനത്തെ നിസ്കാരമാണോ? അത് ചെയ്ത അത് നിസ്കരിച്ച വ്യക്തിക്ക് പിന്നീട് തെറ്റ് ചെയ്യാൻ കഴിയില്ല. ശരിയെന്നല്ലേ? ഈ ആയത്തിൻ്റെ ചോടെ ഇമാം സാബി റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തൊരു ഹദീസുണ്ട്. മൻ ലം തൻഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ. നിസ്കരിച്ചിട്ടും തെറ്റ് ചെയ്യാതെക്കാൻ പറ്റണില്ല, നിസ്കരിച്ചിട്ടും മൊബൈലിൽ അശ്ലീലം കാണാതിരിക്കാൻ കഴിയണില്ല, നിസ്കരിച്ചിട്ടും മൊബൈലിൽ ബ്ലൂ ഫിലിം കാണാതിരിക്കാൻ കഴിയുന്നില്ല, നിസ്കരിച്ചിട്ടും മൊബൈലില് സിനിമയും സെക്സും കാണാതിരിക്കാൻ കഴിയുന്നില്ല. അവൻ ഓരോ നിസ്കാരം കൊണ്ടും അള്ളാഹുവിൽ നിന്ന് അകലുകയാണ്, അകന്നകന്നകന്നകന്നകന്ന് പോവുകയാണ്. നിസ്കാരം കൊണ്ടവൻ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുകയല്ല, ഓരോ നിസ്കാരം കൊണ്ടും അള്ളാഹുവിൽ നിന്ന് അവൻ അകന്നകന്നു പോവുകയാണ് എന്ന ഹദീസിനെ ഇമാം സാബി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന ആയത്തിൻ്റെ ചോടയാണ്. എന്താ മനസ്സിലായത്? ഫഹ്ശാഇൽ നിന്ന്, അശ്ലീലങ്ങളിൽ നിന്ന്, വൽ മുൻകരി, ഒന്നൊന്നായി പറയേണ്ട, അള്ളാഹു നിരോധിക്കാൻ ആവശ്യപ്പെട്ട, നിരാകരിക്കാൻ ആവശ്യപ്പെട്ട, വർജിക്കാൻ ആവശ്യപ്പെട്ട, അരുതെന്നോദിയ എല്ലാറ്റിൽ നിന്നും ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഘടകമാണ് നിസ്കാരം. ആ നിസ്കാരത്തിന് അങ്ങനെ ഒരു ശക്തിയില്ലെങ്കിൽ ആ നിസ്കാരം കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യമല്ല, അള്ളാഹുവിൻ്റെ കോപത്തിനും അള്ളാഹുവിനെ തൊട്ട് ദൂരത്താകാനുമേ ആ നിസ്കാരത്തിന് ശക്തിയുള്ളൂ എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാ നിസ്കാരം. ആർക്കാ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക? ജീവിതത്തിൽ കണ്ണ് ചിമ്പി ജീവിച്ചവർക്ക്. ഖുശൂഅൻ എന്താ? റിസാലത്തുൽ ഖുശൈരിയയിൽ ഇമാം ഖുശൈരി തങ്ങൾ കൊടുത്ത നിർവചനം അൽ ഖുശൂ ഖൈദുൽ ഉയൂനി അനിൻ നദരി. നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് നോക്കുന്നതിനെ തൊട്ട് കണ്ണുകൾക്ക് ചങ്ങല വെക്കലാണ് ഖുശൂ. ഖുശൂഇന്റെ നിർവചനം ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങളുടെ റിസാലത്തുൽ ഖുശൈരിയിൽ കൊടുത്തത് അങ്ങനെയാണ്.
ഞാൻ എൻ്റെ ചെറിയ ഒരു പഠനത്തിൽ മനസ്സിലാക്കിയത്, മനുഷ്യൻ്റെ ഈമാൻ മുഴുവനും തുടിച്ചു നിൽക്കുന്നത്, മനുഷ്യൻ്റെ ഈമാൻ മുഴുവനും സേഫായി നിൽക്കുന്നത്, മനുഷ്യൻ്റെ ഈമാൻ മുഴുവനും സേഫ്റ്റിയായി നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ കണ്ണ് സൂക്ഷിക്കുന്നതിലാണ്. കേൾക്കാൻ ആളുണ്ടാവോ, ഇതനുസരിച്ച് ജീവിക്കാൻ ആളുണ്ടാവോ, അതൊന്നും എനിക്കറിയില്ല. പെണ്ണുങ്ങളെ കാര്യം വളരെ ഗൗരവമാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, താജ്ജുദുണ്ട്, വിത്തുണ്ട്, 96 നോമ്പും നോറ്റിട്ടുണ്ട്, വൃത്തിയാണ്, റെഡിയാണ്. എന്നാലും അരക്കെട്ടിൻ്റെ ഭാഗം പർദ്ദ ടൈറ്റ് ഫിറ്റാകുന്നത് നിൽക്കണില്ലേ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അത് പഠിച്ചവനെ പേടിക്കാത്തതിൻ്റെ അടയാളാണ്. ഇതൊക്കെ ആളാകാൻ വേണ്ടി ചെയ്തതാണ്. അതൊക്കെ പഠിച്ചവന് വേണ്ടിയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് ബുർഖ ധരിച്ച്, പർദ്ദ ധരിച്ച്, മുഖംമൂടി ധരിച്ച്, കയ്യുക ധരിച്ച്, കാലുക ധരിച്ച്, വേണമെങ്കിൽ കാലൊടിഞ്ഞൊരു കുടയും തൂക്കിപ്പിടിച്ചിട്ടും എന്തുകൊണ്ട് അരക്കെട്ടിൻ്റെ ഭാഗം ടൈറ്റ് ഫിറ്റായി? ഈ കലാപരിപാടിയെ പറ്റിയല്ല നമ്മുടെ ചർച്ച. അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തി അവളുടെ മുഴുവൻ ഘട്ടങ്ങളിലും, മരിച്ചയിടത്തും കല്യാണത്തിലും, നിസ്കാരക്കുപ്പായം അണിയുമ്പോഴും ഊരുമ്പോഴും ഒരേ കൺസെപ്റ്റിൽ ജീവിക്കാൻ എന്ന് പറ്റുമോ അന്നേ നമ്മൾ മൂമിനാകും. അതിനെല്ലാം വിചിത്രമായ കാഴ്ചപ്പാടുകളും ഇരട്ടത്താപ്പുകളും ഉണ്ടോ? നമ്മളിപ്പോഴും റൂട്ടിക്ക് കയറിയിട്ടില്ല, നമ്മളിപ്പോഴും ലൈനിൽ കയറിയിട്ടില്ല, എവിടെയോ വീണ് കിടക്കുകയാണ്. ഇതൊന്നും ഒരു കലാപരിപാടി കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല, വലിയ സംഗതിയാണ്. പെണ്ണിന് 2 ഡ്യൂട്ടിയാണ്. ഒന്ന്, ആണുങ്ങളെ കാണാതെ സൂക്ഷിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ മുത്തനബിന്റെ കൂടെ 2 ഭാര്യമാരുണ്ട്. ഇടവും വലവും ഇരുന്ന് തമാശ പറയുന്നു. മുത്തനബി അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിൽ വെച്ച് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ച മഹാനാണ്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ്. എന്തേ നിങ്ങൾ ഉള്ളിലോട്ട് വലിഞ്ഞു പോകാത്തത്? ഭാര്യമാരോട് മുത്തുനബി, അത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂമല്ലേ, ഇബ്നു മക്തൂമല്ലേ തങ്ങളെ, അവർക്ക് കണ്ണ് കാണൂലല്ലോ. അഫ അമ്യാവാനി അൻതുമാ, നിങ്ങൾക്ക് 2 ആൾക്കും കണ്ണൂടെ? അതുകൊണ്ട് പെണ്ണ് ആണിനെ കാണലും ആണ് പെണ്ണിനെ കാണലും കടുത്ത തെറ്റാണ്. പെണ്ണിന് ഒരു ദൗത്യവും കൂടിയുണ്ട്, ആണുങ്ങൾ കാണാതെ സൂക്ഷിക്കുകയും വേണം. ആണിന് ആ ദൗത്യമില്ല, നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. കാരണം പരസ്യത്തിൽ പണിയെടുക്കേണ്ടവനാണ്, അധ്വാനിക്കേണ്ടവനാണ്, മഴീഷത്ത് തേടി പോകേണ്ടവനാണ്, മറ്റു പല സ്ഥലങ്ങളിലും ഇടപെടേണ്ടവനാണ്, രാജ്യം ഭരിക്കേണ്ടവനാണ്, വാർഡ് ഭരിക്കേണ്ടവനാണ്. അവരങ്ങനെ കെട്ടിപ്പൂട്ടി അങ്ങനെ മുഖം മറച്ചൊന്നും നടക്കാൻ കഴിയില്ല. അങ്ങനെ അവൻ്റെ ഏർപ്പാടുകൾ നടക്കൂല. പെണ്ണിനതല്ല. പെണ്ണിന് ഉറുദു ഭാഷയിൽ പറയുന്ന പേരെന്നെ ഔറത്ത് എന്നാണ്. അൽ മർഅത്തു കുല്ലുഹാ ഔറ, മുഴുവനും മറ്റുള്ളവർ ഒളിപ്പിച്ചു പിടിക്കണം. ഈ 2 ദൗത്യം പെണ്ണ് നിർവഹിക്കണം. എന്തേ മൂലം ഇതിമത്തന്നെ കെട്ടിമറിഞ്ഞു കൂടി എന്ന് ചിന്തിക്കേണ്ട നിങ്ങൾ. അതാണ് വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഖദ് അഫ്ലഹ മൻ തസക്കാ, സാംശീകരിച്ചവൻ കഴിച്ചിലായി. ഖദ് അഫ്ലഹ മൻ സക്കാഹ, സംശുദ്ധമായവൻ രക്ഷപ്പെട്ടു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തിയുള്ളവർ രക്ഷപ്പെട്ടു. ഭക്തി എന്തുകൊണ്ടുണ്ടാകും? ഖൈദുൽ ഉയൂനി അനിൻ നദരി, നോട്ടത്തിനെ തൊട്ട് കണ്ണിനെ ചങ്ങലക്ക് വെച്ചാൽ ഖുശൂ ഉണ്ടാവും. ആ ഖുശൂ കിട്ടിയ മനുഷ്യൻ തസ്കിയത്ത് ഉണ്ടാവും. ആ തസ്കിയത്ത് കിട്ടിയ മനുഷ്യൻ നിസ്കാരത്തിൽ ഖുശൂ കിട്ടും. അവൻ എന്ത് കിട്ടും? അവൻ കഴിച്ചിലായി. ഫലാഹിന് അർത്ഥം പറഞ്ഞാൽ തീരൂല. അല്ലോ ഇൽമുൻ ബിലാ ജഹൽ, അജ്ഞത തൊട്ട് തീണ്ടാത്ത വിവരം. ഇസ്സുൻ ബിലാ ദുല്ലിൻ, എന്നും അഭിമാനം. ഗിനം ബിലാ ഫഖ്രിൻ, എന്നും ഐശ്വര്യം. ഫനാ ബഖാഉം ബിലാ ഫനാഇൻ, എന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്ന ജീവിതം. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയ സംജ്ഞയുടെ പേരാണ് ഫലാഹ്. ഇത് കിട്ടിയ പിന്നെ മനുഷ്യർക്ക് കിട്ടിയില്ലേ? ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇത് വേണം, കണ്ണു ചിമ്പണം.
കണ്ണു ചിമ്പിയെങ്കിലേ ഈമാൻ കിട്ടൂ, കണ്ണു ചിമ്പിയെങ്കിലേ ഖുശൂ കിട്ടൂ. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ യമനിൽ പോയിട്ടുണ്ട്. യമനിലെത്തിയപ്പോൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി 27-ാം രാവിന് നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തെരീമിലെ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയിലെ പള്ളിയിൽ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടും ഖുശൂ മറികടന്നും ഖുശൂഓടുകൂടി നിസ്കരിച്ചതിൻ്റെ പേരിലും അള്ളാഹുവിൻ്റെ ഖുർആൻ കേട്ടതിൻ്റെ പേരിലും ബോധരഹിതരായി വീഴുന്നവരെ കയറ്റിക്കടത്താനുള്ള കട്ടിലും ബെഡ്ഷീറ്റും സജ്ജീകരിച്ചിട്ടല്ലാതെ അവിടെ നിസ്കാരം തുടങ്ങൂല. ഒരു ദിവസം തന്നെ അഞ്ച് ജുസ് ഒക്കെ ഒരു ദിവസം നിന്ന് ഓതും. നമ്മൾക്ക് ഒരു ജുസ് ഓതുന്ന പള്ളിയിൽ തന്നെ ആളെ കിട്ടണില്ല. ഒരൊറ്റ ദിവസം, ഇത് എല്ലാ ദിവസവും. നോമ്പ് 18 3 ഖത്മു തീരും. 18 നബിയുമ്മ തങ്ങൾ മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോരും. അവരുടെ ഓത്ത് തന്നെ 18 മൂന്നാമത്തെ ഖത്മിന്റെ ഖിതാമുൽ മിസ്ക് ഉണ്ടാവും. അതിൽ ബോധം കെട്ടങ്ങനെ പോകും. ബുഗണോലെ കയറ്റിക്കെടുത്താൻ കട്ടിലും പെട്ടു അപ്പുറത്ത് റെഡിയാണ്. എന്തുകൊണ്ടാണ് അവർക്കത് സാധിച്ചത്? അങ്ങനെയുള്ളൊരു നിസ്കാരത്തിന് എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ നിസ്കരിച്ചു പോയ ഒരു വ്യക്തിക്ക് അത് കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നില്ലല്ലോ. ഇതാണ് ഏറ്റവും വലിയ ഒരു സംഗതി. ഏറ്റവും വലിയ ഒരു സംഗതിയാണിത്. എന്താണതിന് കാരണമെന്നറിയോ നിങ്ങൾ? 5.5 മാസത്തോളമാണ് ഞാനവിടെ താമസിച്ചത്. ഈ 5.5 മാസത്തിനിടക്ക് അവിടെയുള്ള മുഴുവൻ സഹോദരിമാരും പണിക്ക് പോകുന്ന, ജോലിക്ക് പോകുന്ന, ആടുമേക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ പോലും മുഖംമൂടി ധരിച്ച്, കയ്യുക ധരിച്ച്, കാലുക ധരിച്ച്, അങ്ങനെയാണ് അവിടെ ജീവിതം. കാറ്റടിച്ച് വല്ല ശരീരത്തിൻ്റെ വടിവും വ്യക്തമായെങ്കിൽ, വല്ല ടൈറ്റ് ഫിറ്റും കണ്ടെങ്കിൽ, കാറ്റടിച്ച് വല്ല ശരീരത്തിൻ്റെ വടിവും കണ്ടുപോയെങ്കിൽ എന്ന് ഭയപ്പെട്ട് 5-6 മീറ്റർ വലിപ്പമുള്ള പഴയ കാലത്ത് നമ്മുടെ ഉമ്മാമ്മമാര് പൊതിച്ചിലില്ലേ മൂടുപടം, അതടിഞ്ഞുകൊണ്ടാണ് ആ ഉമ്മമാര് നീങ്ങുക. 5.5 മാസക്കാലം അവിടെ ഞാൻ താമസിച്ചിട്ട് 85 വയസ്സ് തോന്നിക്കുന്ന 85 വയസ്സ് തോന്നിക്കുന്ന ഭ്രാന്തുണ്ടോ എന്ന് തോന്നിപ്പോയ ഒരു ഉമ്മ ഒരു പീഡികത്തിണ്ണയിലിരിക്കുന്നുണ്ട്. അതുമാത്രമാണ് 5.5 മാസത്തിനിടക്ക് ഒരു സ്ത്രീയുടെ ശരീരഭാഗം കണ്ടത്. 5.5 മാസക്കാലം ആ ഒരു നാട്ടിൽ താമസിച്ചിട്ട് മറ്റൊരു പെണ്ണിൻ്റെയും മുഖം, ഒരു മാംസളമായ ഭാഗം, ഒരു മുടിനാരിട പോലും കാണേണ്ടി വന്നില്ല. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് തസ്കിയത്ത് കിട്ടി. തസ്കിയത്ത് കിട്ടിയപ്പോൾ ബോധം കെട്ടു വീണു. ബോധം കെട്ടു വീണപ്പോൾ അവർക്ക് എല്ലാം കിട്ടി. ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, അല്ലാഹ് എന്നിങ്ങോട്ട് കേട്ടാൽ ഹൃദയം പടപടക്കും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അവരുടെ മേലിൽ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, ഈമാൻ കത്തിക്കേറി. ആ ഈമാനാണ്. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇങ്ങനെ ഒരു ഈമാന് നമ്മൾക്ക് കിട്ടണ്ടേ? ആ ഈമാന് നമ്മൾക്ക് കിട്ടിയിട്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു മധുരമുള്ള നിസ്കാരം നമ്മൾക്ക് നിസ്കരിക്കണ്ടേ? ആ നിസ്കരിച്ച മനുഷ്യന്മാർക്ക് കിട്ടുന്ന ഫലാഹും പടച്ചോനെ കാണലും നമ്മൾക്കും ലഭിക്കണ്ടേ? അങ്ങനെ നമ്മൾക്കൊന്ന് രക്ഷപ്പെട്ട് മരിച്ചു പോകണ്ടേ? അതുകൊണ്ട് ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബീങ്ങൾ ചിന്തിക്കണം, സഹോദരിമാർ ആലോചിക്കണം.
ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ടൊരു ഈമാനുള്ള ജീവിതം എനിക്ക് ലഭിച്ചുവോ? ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടൊരു ഈമാനുള്ള ജീവിതം എനിക്ക് കിട്ടിയോ? വെളിച്ചത്തിൽ പേടിച്ച പടച്ചവനെ ഇരുട്ടിൽ പേടിക്കാൻ, പകലിൽ പേടിച്ച പടച്ചവനെ രാത്രിയിൽ പേടിക്കാൻ, കതക് തുറന്നപ്പോൾ പേടിച്ച പടച്ചവനെ കതകടഞ്ഞപ്പോൾ പേടിക്കാൻ, പുതപ്പിന് പുറത്തു വന്നപ്പോൾ പേടിച്ച പടച്ചവനെ പുതപ്പിൻ്റെ ഉള്ളിൽ പേടിക്കാൻ, സ്വദേശത്തു പേടിച്ച പടച്ചവനെ വിദേശത്തു പേടിക്കാൻ എനിക്ക് കഴിഞ്ഞോ? എനിക്കതിന് സാധിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ചർച്ച. ഇന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഈ സ്വത്താണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് മടവൂർ പാപ്പയും ബഹുമാനപ്പെട്ട ശൈഖുന TC ഉസ്താദും മുഴുവൻ ആരിഫീങ്ങളും നമ്മളിലേക്ക് വിരിച്ചു തന്ന, വരച്ചു തന്ന, നമ്മളിലേക്ക് അവർ വിരിച്ചു തന്ന, അവർ ത്യാഗം ചെയ്ത് നമ്മളിലേക്ക് നമ്മുടെ കൈവെള്ളയിൽ വെച്ചു തന്ന ഈമാനുണ്ടല്ലോ, ആദർശമുണ്ടല്ലോ, അഖീദയുണ്ടല്ലോ, അതുമായിട്ടൊന്ന് തിരിച്ചു പോകണം നമ്മൾക്ക്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് നമ്മുടെ മടവൂർ പാപ്പയുടെ ആണ്ടും ഉറൂസും ബഹുമാനപ്പെട്ട TC ഉസ്താദിൻ്റെ ഉറൂസും നമ്മൾ ഈ ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ചതും സംഘടിപ്പിക്കുന്നതും സ്വാഗത ഭാഷണത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ കേട്ടതുപോലെ പരിപാടിക്കൊരു പരിപാടി എന്ന നിലക്ക് സംഘടിപ്പിച്ചതല്ല ഇത്. ഇതിലൂടെ ഒരുപാട് നന്മകൾ പൂത്തുലയണം, ഒരുപാട് സുഹൃതങ്ങൾ വരണം, അവരുടെയൊക്കെ ഒരു മദത് ലഭിക്കണം, അവരെ കൊണ്ട് നമ്മൾക്ക് കാര്യം കിട്ടണമെന്ന് ആശിച്ചഭിലഷിച്ച് നമ്മൾ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമാണെന്ന് സ്വാഗത ഭാഷകൻ ഹിസ്സമായി പറഞ്ഞല്ലോ. അതാണ് നമ്മുടെ പ്രോഗ്രാം. അതുകൊണ്ട് ഈ സഭയിൽ വെച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു, ഇന്ന് മുതൽ ഞാൻ മുഅ്മിനാവുകയാണ്, ഇന്ന് മുതൽ ഞാൻ മുഅ്മിനാവുകയാണ്, ഇന്ന് മുതൽ ഞാൻ മുഅ്മിനാവുകയാണ്. പോയകാല ജീവിതത്തിൽ മുഴുവനും അള്ളാഹു നമ്മൾക്ക് പുറത്തു തരും. പുറത്തു തരാനുമയ്യല്ല. നമ്മുടെ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ എന്തെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ചെയ്ത ചണ്ടിത്തരങ്ങളെയും തെറ്റത്തരങ്ങളെയും മാപ്പു തരാനൊരു പടച്ചവനുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഏറ്റവും വലിയൊരു സ്ഥാനം അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെയ്ത ഒരു തെറ്റും പടച്ചോൻ പൊക്കൂല എന്ന് പറയാൻ പടച്ചോൻ അധികാരമില്ലേ? നമ്മൾ അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് പലോരോടും അത് പറഞ്ഞില്ലേ, ഒക്കെ പൊറുത്താലും അത് പൊറുക്കൂലടാ. മരോളോട് പറഞ്ഞില്ലേ, അമ്മായിമാനോട് പറഞ്ഞില്ലേ, ഭർത്താവിനോട് പറഞ്ഞില്ലേ, ഭാര്യനോട് പറഞ്ഞില്ലേ, ഒക്കെ മറന്നാലും ഞാനത് മറക്കൂല, ഒക്കെ പൊറുത്താലും ഞാനത് പൊറുക്കൂല, ഞാനത് പരലോകത്ത് വെച്ച് ചോദിച്ചേ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ തെറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് സംഭവമല്ലേ നമ്മുടെ അടുത്ത്. ഇപ്പറച്ചിലെങ്ങാനും പഠിച്ചോൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പോയകാല ജീവിതത്തിൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാൻ നമ്മൾക്കൊരു പടച്ചവനുണ്ട്. ചോദിച്ചാലും ചോദിച്ചാലും ചടക്കാത്ത, ചോദിച്ചാലും ചോദിച്ചാലും ചടക്കാത്ത ഒരു പടച്ചവൻ നമ്മൾക്കുണ്ട്. ചോദിച്ചാൽ ചടക്കുന്ന പടപ്പുകളും ചോദിച്ചാൽ ചടപ്പില്ലാത്ത പടച്ചോനും. അതാണ് പടച്ചോനും പടപ്പോളും തമ്മിലുള്ള വ്യത്യാസം.